നമ്മൾ ഇന്ന് പോകുന്നത് അബുദാബിയിലുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ. കുറേ കാലമായി അമ്പലം ഓപ്പണായിട്ട് എല്ലാവർക്കും അറിയാലോ. പക്ഷേ നമുക്ക് എന്താണെന്നറിയില്ല, ഇത്രയും കാലമായിട്ടും പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പവും പപ്പൂനും എനിക്കും മാത്രം കേട്ടോ. ഏട്ടൻ ടെമ്പിൾ ഓപ്പൺ ആയ സ്പീഡിൽ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി അവർ പോയിട്ട് വിസിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം കാണിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമുക്ക് ആർട്ട് വർക്ക് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പറയില്ലേ, ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിലേ ആവുമെന്ന്. അതുപോലെ ഡിലേ ആയതാണെന്നാണ് തോന്നുന്നത്. ഇതു കണ്ടോ, അമ്പലം കുറച്ച് ദൂരത്തുനിന്ന് നോക്കി കണ്ടതാണ് അത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പം നമുക്ക് ഓരോ സ്ലോട്ടും ഉണ്ടായിരിക്കും. ആ സ്ലോട്ട് നമുക്കതിൽ ചൂസ് ചെയ്യണം. ഞങ്ങൾ ചൂസ് ചെയ്തത് 7:30 സ്ലോട്ടാണെങ്കിലും നമ്മൾ അമ്പലത്തിനകത്തേക്ക് എത്തിയത് ഒരു 8 മണിയൊക്കെ ആയിട്ടോ. കാരണം നമ്മളവിടെ പുറത്തെത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് 3 നദികളുടെ സംഗമമാണ്, ഗംഗ, യമുന, സരസ്വതി. അപ്പോൾ അവിടുത്തെ ഹോളി വാട്ടറാണത്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു. നല്ല വർക്കായിരുന്നു ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പതുക്കെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടി പോവുകയായിട്ടോ. പിന്നെ ഓരോരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കാലം കാത്തിരുന്നു. എന്തോ അവർക്കും വരാൻ പറ്റിയിട്ടില്ല കുറച്ച് കാലമായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുകളിലെത്തി. പിന്നെ അവർ നമ്മളെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇനി വീഡിയോ എടുക്കരുതെന്നുള്ളത് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കൂടി നമുക്ക് വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ അവിടെ സേവയിലുള്ള ചേച്ചിമാർ നമ്മളടുത്ത് പറയുന്നുണ്ട് വീഡിയോ എടുക്കരുതെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലെല്ലാം തൊഴുത് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് അവിടെ ഗംഗാ ആരതി നടക്കാറ്. പിന്നെ നോക്കൂ, എന്ത് ഭംഗിയല്ലേ ആർക്കിടെക്ചർ കാണാൻ. അതെ, നല്ല ഭംഗിയായിരുന്നു. അവിടുത്തെ ചുറ്റും ഉള്ള ഇത് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി. ഒരുപാട് ദൈവങ്ങളെ ഉണ്ടായിരുന്നു, ഒരുപാട് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ. നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ. നമ്മൾ തഞ്ചാവൂരിലൊക്കെ പോകുമ്പോൾ ആ തൂണുകളൊക്കെ കാണാറില്ലേ നമ്മൾ ട്രഡീഷണലി. ഇത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിലും കൂടുതലാണോ അതിൻ്റെ ഭംഗി എന്ന് പറയാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് നമുക്ക് അറിഞ്ഞവരും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. ഒക്കെ പുറത്താണ് കേട്ടോ. അത് അമ്പലത്തിൻ്റെ പുറത്തെ വാളാണ് ഈ കാണിക്കുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് മൊത്തം നല്ല സിംഗിൾ സ്റ്റോണിൽ ചെയ്ത ഇതായിരുന്നു, കാവിങ്സ് ആയിരുന്നു. അത് കാണുക തന്നെ വേണം. ശരിക്കും അത് നമ്മൾ വിസിറ്റ് ചെയ്താലാണ് നമുക്കതിൻ്റെ ഭംഗി അറിയുള്ളൂ. കണ്ടോ, ഇത് ഈ ധൂപ് ചെയ്യില്ലേ, അതിൽ ഒരെണ്ണത്തിലുള്ള ഇതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ പോയി മേലിൽ ആ ഡൂമ് ഉണ്ടാവണം. അവിടെ നിന്ന് അങ്ങനെ നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാനും. ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്ലെസൻ്റ് എൻവയോൺമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ അവിടുന്ന് എല്ലാം കണ്ട് പതുക്കെ താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് മണികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളതെല്ലാം ഇങ്ങനെ സൗണ്ട് വെച്ചു. അവിടെ വരുന്ന എല്ലാ കുട്ടികളും അതിലായിരുന്നു. കുട്ടികളുടെ എല്ലാവരുടെയും മെയിൻ ഫോക്കസ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പം അവർക്കതൊരു സന്തോഷമല്ലേ. അവരത് നന്നായിട്ട് ആ ഒരു സമയം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പ്ലെസൻറ്റ് എൻവയോൺമെൻ്റ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. മനസ്സിന് നല്ലൊരു സമാധാനമുള്ള